പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മിനി സ്ലൈഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല പാർട്ടികളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് വൈകുന്നേരം സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഒരു ഡിന്നറിനായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ മൂന്ന് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണേ. പിന്നെ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം, അതായത് ചെറിയ വാം വാട്ടർ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. അധികം ചൂടുണ്ടാകാൻ പാടില്ല. നമ്മളെ വിരൽ കുത്തുമ്പോൾ ഒന്ന് നമുക്കത് പ്രശ്നമില്ലാത്തൊരു ചൂടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്താണ് പറ്റുകയെന്ന് വെച്ചാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല, അത് നശിച്ചു പോകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ടയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടറും കൂടെ ചേർത്തിട്ട് വീണ്ടും കുഴക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മൾ നല്ല അടിപൊളി ഒരു ഡോ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 20 ഗ്രാം ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറും കൂടെ ചേർത്ത് കുഴക്കുമ്പോൾ നല്ലൊരു മാവായിട്ട് നമുക്കിത് കിട്ടും. നമ്മളെ ബ്രെഡ് നന്നായിട്ട് വരും. അപ്പോഴേ നമ്മളെ മാവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൊങ്ങിയിട്ട് വരാൻ വെക്കാം. അപ്പം നമ്മുടെ മാവ് പൊങ്ങി വരുമ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടി ഞാൻ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂണിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ആക്കിയതാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് വാട്ടിയെടുക്കാം. അത് കളർ ചേഞ്ച് കാണുന്നത് മുളക് അരച്ച മിക്സിയിൽ തന്നെ അരച്ചത് കൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ 300 ഗ്രാം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത ശേഷം അതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് തന്നെ സോയാ സോസ് ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം കെച്ചപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഹോട്ട് സോസ് കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസോ അങ്ങനെ എന്തെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ ചില്ലി ഗാർലിക് സോസൊക്കെ ചേർക്കുമ്പോൾ പിന്നെ കെച്ചപ്പ് 1 ടീസ്പൂണാണേ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം ഉള്ളി സ്ലൈസാക്കി എടുത്തത്, നീളത്തിൽ ഇങ്ങനെ സ്ലൈസാക്കി എടുത്തത് തന്നെ ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു ക്യാപ്സിക്കം മുഴുവനായും കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാവ് ഇവിടെ പൊങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഉരുട്ടിയിട്ട് നമ്മൾ ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റാക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ നമുക്കിത് ആദ്യം ബേക്ക് ചെയ്തെടുക്കണം. ഇതൊരു നല്ലൊരു ബ്രെഡായിട്ട് അല്ലെ പാവ് ബന്ന് പോലെ ചെറിയ ബന്നായിട്ട് നമുക്കിത് ബേക്കാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഉണ്ടാക്കിയ ശേഷം ഒന്ന് തുണി വെച്ച് കവർ ചെയ്ത് പൊങ്ങാൻ വേണ്ടി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഞാൻ എഗ്ഗിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറ് വരും ഈ ബ്രെഡിന്. കുറച്ച് പിന്നെ വെള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി റെസിപ്പി കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കേ. കഴിക്കാനും കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. കഴിക്കാനും നല്ല ചൂടോടെ കഴിക്കണം. ഇതിൽ ചീസൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ചീസ് ഫുള്ളൊക്കെ കിട്ടണമെങ്കിൽ ആ ചൂടോടെ കഴിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. ഇതൊരു ഞാൻ 210 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവന് ഈ കളറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഈ ബന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് തൊടുമ്പം തന്നെ കയ്യിലിങ്ങനെ അടർന്ന് വരുന്ന രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ബന്ന്. അപ്പോൾ ഇനി നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇത് വളരെ സോഫ്റ്റായ ബന്നായതുകൊണ്ട് ഞാൻ മെല്ലെ സൂക്ഷിച്ച് കട്ട് ചെയ്യുകയാണ് കേട്ടോ. പൊടിഞ്ഞ് പോവാണ്. കുറച്ച് ചൂടുണ്ട് ബന്ന്, മുഴുവനും തണുത്തിട്ടില്ല. ഇനി നമുക്കിത് നടുകെ കട്ട് ചെയ്ത് നമ്മൾ ബന്നുണ്ടാക്കിയ പാത്രത്തിൽ തന്നെ സെറ്റാക്കാൻ വെക്കാം.
അപ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു പോകാം കേട്ടോ. നല്ല സോഫ്റ്റാണ് ബന്ന്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സോസ് കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച മയോണീസാണ് ഉപയോഗിക്കുന്നത്. അതൊരു കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അളവ്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണോളം കെച്ചപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കെച്ചപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി. ഇതാണ് ഞാൻ ബേസായി കൊടുക്കുന്ന സോസ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ കട്ട് ചെയ്ത പാത്രത്തിൽ തന്നെ താഴ്ഭാഗം കട്ട് ചെയ്ത് ഞാൻ ഈ ഒരു ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. ഇതിൻ്റെ മേലെ നമുക്ക് ഈ സോസ് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മേലെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രം ഫില്ലിങ് മാത്രം മതി. ചീസ് വേണം കേട്ടോ. ഇതിന് ചീസ് നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ലെറ്റ്യൂസ് ഉള്ളതുകൊണ്ട് ഞാനത് മുഴുവനായിട്ടിങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ് ആട്ടോ. ഇത് സിമ്പിളാണ്, ഒരുപാട് ചേരുവകളൊന്നുമില്ല. എന്നാലും കുറച്ച് 2 തരം സോസുകൾ വേണമെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫില്ലിങ്ങാണ്. നമ്മളെ വീട്ടിലുള്ള കെച്ചപ്പും മറ്റേ സോയാ സോസൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സാധനം തന്നെയാണല്ലോ. അപ്പോൾ അതുമാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ ഇതിൽ ഉള്ളിയും ക്യാപ്സിക്കൊന്നും അടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ നന്നായി വാടി പോകാൻ പാടില്ല. ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമുക്കിത് ഫില്ലിങ്ങിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫില്ലിങ് മുഴുവനായി ഇതിൽ ഒരുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്ലൈസ്ഡ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മറ്റേ പീസായിട്ടുള്ള ചീസ് ഉണ്ടെങ്കിൽ, ഷെഡർ ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി, ഞാനിപ്പോൾ സ്ലൈസ്ഡ് ചീസ് വെച്ചതിൻ്റെ മുകളിൽ ഞാൻ സാദാ ചീസ്, മൊസറല്ല ചീസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബ്രെഡ് ഓരോ പീസ് അതിൻ്റെ മുകളിൽ ഭാഗം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റാക്കിയിട്ട് കുറച്ച് അതിൽ ഞാൻ മല്ലിയിലയും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കുറച്ച് മെൽറ്റാക്കിയ ശേഷം ബട്ടർ മെൽറ്റാക്കിയ ശേഷം ഇതിൻ്റെ മേലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ മാത്രമുള്ള ബട്ടർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ എല്ലാത്തിലും ഒന്ന് സ്പ്രെഡായി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഒരുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് ഓവനിൽ വെച്ചിട്ട് ഈ ചീസിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കുക്ക്ഡ് ആക്കിയത് സാധനങ്ങളാണ്. അത് ബന്നായിക്കോട്ടെ അതിലെ ഫില്ലിങ് ആയിക്കോട്ടെ എല്ലാം കുക്ക്ഡാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ മേലെ ഈ ഒരു ബട്ടറും കൂടെ സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കൊരു 4-5 മിനിറ്റ്, മാക്സിമം അല്ല 5 മിനിറ്റ്, അതിലപ്പുറം വെക്കരുത്. അത് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ ഓവൻ്റെ ടെമ്പറേച്ചർ കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ മോൾ ഭാഗം നമ്മുടെ ബന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്ന് ഹാർഡായി പോവും. നമ്മുടെ ചീസൊന്ന് മെൽറ്റായി കിട്ടുന്ന സമയം മാത്രം വെച്ചാൽ മതി. അത് ഓരോ ഓവന് ഓരോ ടെമ്പറേച്ചർ മാറ്റമായിരിക്കും. മാക്സിമം പോലെ ഒരു 3-4 മിനിറ്റ്, മാക്സിമം പോലെ 5 മിനിറ്റ്, അതിലപ്പുറം വെക്കരുത്. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മേൽഭാഗത്തെ കോയിന് ഓഫാക്കി വെച്ചാലും മതി കേട്ടോ. താഴ്ഭാഗം മാത്രം ചൂട് കൊടുത്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.